കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യലി കപ്പ, നല്ല ജീരകയിട്ട കഞ്ഞി, പിന്നെ മാങ്ങയും മുരിങ്ങയൊക്കെ ഇട്ട നല്ല മീൻകറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കറി. അതിനായിട്ട് ആദ്യം ഒരു ബൗളിൽ അരിയെടുത്ത് നമുക്ക് കുക്കറിൽ വയ്ക്കാം. പിന്നെ ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക്, ജീരകം അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് കഞ്ഞി ഇതാക്കി ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ആ സംഭവം നമുക്ക് ഞാൻ അടിച്ച് വെച്ചത് ഒരു ബൗളിലാക്കിയിട്ട് അതിലൊഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങ, കൊച്ചുള്ളി, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിനി മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇതൊക്കെ ഒരു ജാറിലാക്കാം. ജാറിലാക്കിയതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്നതിന് മുമ്പേ കുറച്ച് ജീരകം ഇടാം. എന്നിട്ട് കുറച്ച് പുളി വെള്ളം അല്ലേ, അതൊന്ന് വയ്ക്കുക. അത് വെച്ചിട്ട് നമുക്കൊന്ന് ജാർ ചെയ്തെടുക്കാം. ആ ജാർ ചെയ്യുന്നതൊക്കെയും മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മുരിങ്ങയ്ക്ക് ഇട്ടിട്ട് കുറച്ച് പച്ചമുളക്, ഒരു 2-3 പച്ചമുളക്, ഉണ്ടമുളക് ഉണ്ടെങ്കിൽ ഉണ്ടമുളക് ഇടാം. അത് ഇട്ടതിന് ശേഷം നമുക്ക് ആ അരപ്പെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ചെറിയ പച്ചമുളക് ഇട്ടത്. നമുക്ക് ഒരു ജാറിലേക്ക് ഉള്ളി, പിന്നെ ഒരു മുറി തക്കാളി, ഒരു മുറിയല്ല കേട്ടോ, ഒന്ന് ഫുള്ളായിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് അതിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം പിന്നെ ഇട്ട് കൊടുക്കാം. അതിൽ മുളക് പൊടി ഇടണ്ട, നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, മസാലപ്പൊടി, മുളക് പൊടി നമുക്കിടാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഇടാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കപ്പ ഉണ്ട്, കപ്പയിലേക്ക് ആ ജാറെടുത്ത് അടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും. ഇത് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയാണ്, പൂച്ചണ്ടി. പിന്നെ കപ്പയൊക്കെ നല്ലവണ്ണം ഉടച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് ജീരകം, ഉലുവ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉള്ളി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മൾ ആ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മീൻകറി തന്നെ. എന്നിട്ട് നമുക്ക് ഉള്ളിയും അതും കൂടെ ഒന്നും കൂടെ വാട്ടിയെടുക്കാം. അതിന് ചിക്കൻ കറിയുടെ നമ്മൾ വേവിച്ചെടുത്തത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തക്കാളി മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അരപ്പ് നമുക്ക് അതിലേക്ക് അടിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് നെത്തോലി എടുത്ത്, നെത്തോലിയാണ് അപ്പോൾ നെത്തോലി നമുക്ക് തേങ്ങ അരച്ച് വെച്ച കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉപ്പ് നമുക്ക് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പുളിയാണത്തിൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ പൂച്ചാണ്ടികളാണ് കേട്ടോ. ഈ പൂച്ചാണ്ടികൾ സ്നേഹപ്രകടനം കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് കഴിച്ചൊക്കെ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് പുളിയാണ് എല്ലാം എടുത്ത് കഴിച്ച് നോക്കാം. പിന്നെ ഒരു ഗ്ലാസ് കഞ്ഞി. എൻ്റെ മോനെ പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ